ഹലോ. ആ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു കൺട്രോളർ ക്ലാസ്സിൽ നിന്ന് വ്യൂ ഫയലായ JSP-യിലേക്ക് ഡേറ്റ പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് മെത്തേഡുകളാണ്. ഒന്നാമത്തെ മെത്തേഡ് മോഡൽ ആൻഡ് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആഡ് ആട്രിബ്യൂട്ട് വിത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് കീയും വാല്യൂവും. അതേപോലെ തന്നെ മോഡൽ ആൻഡ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സും അതിൻ്റെ ഫങ്ഷനായിട്ട് ആഡ് ഒബ്ജക്റ്റ് കീ ആൻഡ് വാല്യൂ. ഇത് വെച്ചിട്ടായിരിക്കും ഈ രണ്ടെണ്ണത്തിൻ്റെ മെത്തേഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. മോഡൽ ഒരു ഇൻ്റർഫേസ് ആണ്, മോഡൽ ആൻഡ് വ്യൂ ഒരു ക്ലാസ് ആണ്. സോ നമുക്ക് കോഡ് ചെയ്യുന്നതായിട്ട് പോവാം. അപ്പം അതിനായിട്ട് നേരത്തെ നമ്മൾ ഇതുവരെ ഒരു കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഒരു home.jsp എന്ന് പറഞ്ഞൊരു ഫയലും ക്രിയേറ്റ് ചെയ്തായിരുന്നു, JSP ഫയലും ക്രിയേറ്റ് ചെയ്തത്. ഇത് ഹോം തന്നെ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ പുതിയതായിട്ടൊരു JSPയും പുതിയൊരു കൺട്രോളർ മെത്തേഡും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് മാത്രം രണ്ടിനും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മെത്തേഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ അടുത്തൊരു ഇതുണ്ടാക്കാം. ഇപ്പം ഞാൻ സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ ഒരു കൺട്രോളർ ഉണ്ടാക്കി. സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ പോയി ഫസ്റ്റ് തന്നെ സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ JSP ഫയൽ ക്രിയേറ്റ് ചെയ്യണം. വ്യൂസിൻ്റെ അകത്ത് എവിടെയാണ്, വ്യൂസിൻ്റെ അകത്ത് വ്യൂസിൻ്റെ സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ ഒരു JSP ഫയൽ ഉണ്ടാക്കി. ഇതിപ്പം വർക്കാവുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സെർവർ എടുക്കുക, റൺ ചെയ്യാൻ. സെർവർ എടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. സ്റ്റുഡൻറ് പേജിൽ നിന്ന് റിസൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡായ മോഡല് ചെക്ക് ചെയ്യാം. മോഡൽ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതിനായിട്ട് മോഡലിൽ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത് ഫങ്ഷൻ്റെ. സോ മോഡലിൻ്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് ഇവിടെ വരിക, അടിക്കുക, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റർ അടിക്കുക. അതിന് മോഡൽ തന്നെയുള്ളൊരു വേരിയബിൾ നെയിമും കൊടുത്തു. ദെൻ നമ്മൾ എന്ത് മെത്തേഡാണെന്ന് പറഞ്ഞ് ആഡ് ആട്രിബ്യൂട്ട്, അതിൻ്റെ കീയും വാല്യൂ. അതിനകത്ത് കുറേ മെത്തേഡ് ഉണ്ട്. ആഡ് ഓൾ ആട്രിബ്യൂട്ട്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്. ലാസ്റ്റ് സ്ട്രിങ് നെയിം, ജസ്റ്റ് അത് എൻ്റർ ചെയ്താൽ മതി. അതിനകത്തൊന്ന് കീ, അതിൻ്റെ രണ്ടാമത്തെ വാല്യൂ ആയിട്ടായിരിക്കും പോണത്. നമ്മൾ ആ JSP ഫയലിൽ അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ യൂസ് ചെയ്ത കീ അവിടെ റെഫറൻസ് ചെയ്യുമ്പോഴാണ് അവിടെ ഡേറ്റ പാസ്സാവും. ഇവിടുന്ന്, അതായത് കൺട്രോളറിൽ ഡേറ്റ നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ അവിടെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന കീ വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് ഉള്ളത് കീ ആണ്.
ഇത്ര ആഡ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ മോഡലിൽ ഡാറ്റ 3 ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത് പാസ് ചെയ്യാനായിട്ട്. അപ്പുറം ഡാറ്റ ഇനി സ്റ്റുഡൻറ് JSP ഫയൽ ഇത് ആക്സസ് ചെയ്യണം. സ്റ്റുഡൻറ് പേജിൽ വന്നതിന് ശേഷം സ്റ്റുഡൻറ് പേജിൽ നമ്മൾ ജാവ കോഡ് എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ അത് ജാവ ഇതിൻ്റെ അകത്ത് എഴുതിയാൽ മാത്രമാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനായിട്ട് നമ്മൾ എഴുതുന്ന ടാഗ് ഉണ്ട് ജാവ എഴുതാനായിട്ട്. JSP ഫയലിൽ ജാവ കോഡ് എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിളും പെർസെൻറ്റേജും യൂസ് ചെയ്യുക. അറ്റ് വേണ്ട, ജസ്റ്റ് ഒരു ടാഗാണത്. ഈ ടാഗിൻ്റെ അകത്ത് നമ്മൾ ഓരോ ഡേറ്റയും ഇതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും, ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, ദെൻ അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 3 വാല്യൂസാണ് പാസ്, ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ID, നെയിം, ലൊക്കേഷൻ. സ്റ്റുഡൻറ്റിൽ വന്ന് അതെല്ലാം ആക്സസ് ചെയ്യണം. അത് ആക്സസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതാണ് റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് എന്നാണ് അത് വിളിക്കുന്നത്. അതായത് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചിട്ടാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത്. ഗെറ്റ് ആട്രിബ്യൂട്ട്, ദെൻ നമ്മൾ എന്താ ID ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്. സോ IDയുടെ കീ കൊടുക്കും. ഇവിടെ ആക്സസ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണേക്കാൾ ബാക്കി ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണേക്കാളും മുമ്പ് നമുക്കിത് ഒന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി ഇത് പ്രിന്റ് ചെയ്യാനും സെയിം കേസാണ്. ഞാനിപ്പോൾ ഒരു H2 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു, ID എന്ന് കൊടുക്കുന്നു. സെയിം ഈ ID പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈക്വൽ ടു ID എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൂടെ ID പ്രിന്റ് ആയി വരും, IDയുടെ ഓപ്പോസിറ്റ്. ഈ ID ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ റെഫറൻസിന് കൊടുത്തേക്കുന്നതാണ്, അല്ലാണ്ട് അത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് ID ആണെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ID 101 ഇവിടെ പാസ്സായി. അതായത് ഹോം കൺട്രോളർ ഞാൻ IDക്ക് വാല്യൂ കൊടുത്തേക്കുന്നത് 101 ആണ്. സോ ആ വാല്യൂ അപ്പുറം പാസ്സായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. ഈ ഇൻറ്റിജറിന് ഇവിടെ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് കാസ്റ്റ് കൊടുത്തത് ഇവിടുന്ന് റിക്വസ്റ്റ് ഔട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ ID പാസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് അതെല്ലാം സ്ട്രിങ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ അത് ഇൻറ്റിജർ ആക്കി മാറ്റി എന്നുള്ളൂ. ഇപ്പം അങ്ങനെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ ഡാറ്റ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വന്നു മാത്രം. ചിലപ്പോൾ അത് റിക്വസ്റ്റിൻ്റെ ആ ഡാറ്റ ഫോർമാറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു എറർ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഏതാണ് ഡാറ്റ അതായത് പ്രിന്റ് ചെയ്യുന്നത് ടൈപ്പ് കാസ്റ്റ് കൊടുത്ത്. ഇപ്പം അടുത്തത് സ്ട്രിങ് ആണ്, നെയിമും ലൊക്കേഷനും. സോ അത് സ്ട്രിങ്ങിൻ്റെ രീതി ചെയ്യുന്നു. മൂന്നെണ്ണം കൊടുത്തു. ഇനി അതേപോലെ തന്നെ ടാഗ്
പേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഇനി റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഡാറ്റ എല്ലാം പാസ് ചെയ്ത് വന്നു. അതായത് ഞാൻ ഹോം കൺട്രോളിൽ കൊടുത്ത ഡേറ്റകളെല്ലാം എന്തൊക്കെയാണോ അതെല്ലാം JSP ഫയലിൽ പ്രിന്റ് ചെയ്ത് വന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ മോഡൽ നോക്കിയല്ലോ, ഇനി മോഡൽ ആൻഡ് വ്യൂ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് സെക്കൻഡ് മെത്തേഡ് മോഡൽ ആൻഡ് വ്യൂ ആണ്, അതിൻ്റെ ആഡ് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ മെത്തേഡ്. സോ അതിനായിട്ട് ഉള്ളൊരു പുതിയൊരു കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളർ ക്ലാസ് അല്ല, കൺട്രോളർ ഫംഗ്ഷൻ. മോഡൽ ആൻഡ് വ്യൂ ഒരു ക്ലാസ് ആണ്. സോ നമുക്കത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ മറ്റേത് ക്ലാസ് അല്ലായിരുന്നു. വ്യൂ എന്ന വേരിയബിൾ കൊടുത്തു, ഒബ്ജക്റ്റ്. ഇനി ആണ് അതിൻ്റെ മെത്തേഡ് വിളിക്കുന്നത്. എന്താണ് മെത്തേഡ്? ആഡ് ഒബ്ജക്റ്റ് എന്നാണ്. കീ വാല്യൂ തന്നെ, ഇവിടെയും കീ വാല്യൂ തന്നെ, അവിടെയും കീ വാല്യൂ തന്നെ, ഒരു വ്യത്യാസം. ഓ, എൻ്റെ ടൈപ്പിന് ഒരു ഇഷ്യൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സ്റ്റുഡൻറ് കൊടുത്ത പോലെ കൊടുക്കാൻ പറ്റില്ല മോഡൽ ആൻഡ് വ്യൂവിന്. മോഡൽ ആൻഡ് വ്യൂവിന് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ രീതിയിലാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഡാറ്റ ടൈപ്പ് മോഡൽ ആൻഡ് വ്യൂ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അതേപോലെ തന്നെ വ്യൂ നെയിം ബുക്ക് എന്ന് കൊടുത്തോണ്ട് ബുക്ക് എന്ന് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ സ്റ്റുഡൻറ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെയും ചെയ്യും. അതായത് എങ്ങനെയാണോ നമ്മൾ ഇവിടെ വാല്യൂ പാസ് ചെയ്ത് ആക്സസ് ചെയ്ത് സെയിം സംഭവങ്ങൾ നമ്മൾ അവിടെയും ചെയ്യും. അതിന് ആ സെയിം ടാഗ് യൂസ് ചെയ്യുന്നു.
അത് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, ഫിനിഷ്. ഇത്ര ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ബുക്ക് എന്ന് തന്നെ ആയത്. കൺട്രോളറിലെ പേരെന്താണ്? /book. ചെക്ക് ചെയ്യാം. കണ്ടോ, ബുക്കിൽ എന്തൊക്കെയാണ് പാസ് ചെയ്തേങ്ങനെ? 201 ബുക്കിന്റെ നെയിം, പ്രൈസ്, ഇത്രയും കാര്യങ്ങളുള്ളൂ. ദാറ്റ്സ് ഓൾ.